ഓഫീസിലാണോ? ആന്ന്. ആ ശരി. അപ്പൊ ഇന്ന് വർക്കിംഗാണല്ലേ? നീ ഒരു പോക്കുമായിട്ട് പിന്നെ കണ്ടില്ലല്ലേ? മുകേഷ് ചേട്ടൻ എവിടെയാണ്? ഞാനിനി ഇപ്പൊ കൊല്ലത്താണ്, തിരുവനന്തപുരത്താ. മുകേഷ് പിന്നെ വിളിക്കുന്നു, ഓണം കഴിഞ്ഞ് വിളിക്കാന്നൊക്കെ പറഞ്ഞു വിളിച്ചില്ല. ഞാൻ അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കട്ടൻ ചായ അന്നിട്ട് വെച്ചേക്കുന്നു ചീത്തയായി. എന്നിട്ട് വെച്ചത് ഞാൻ അന്നൊരു കട്ടൻ ചായ കുടിക്കാൻ നേരത്ത് അത് നല്ല ചായ കുടിക്കണം, എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടല്ലേ തന്നില്ലേ? എന്തോ മുകേഷേട്ടാ? ഞാനൊന്നൊരു കട്ടൻ ചായ കുടിക്കാൻ നേരത്തെ എനിക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞു. പിന്നെ ഇനി എന്താ ഇങ്ങോട്ട് വരുന്നത്? വന്നാലും അവിടെ ആ ആളുണ്ടല്ലോ. അവരൊന്നും ഇനി ഇപ്പഴേ പോകത്തില്ലയോ? ഇനിയിപ്പം ഇപ്പഴങ്ങനെ പോകത്തില്ല. ഓണം പ്രമാണിച്ച് ഇനി പോരും. നമുക്ക് എറണാകുളത്തുണ്ടെങ്കിൽ എറണാകുളത്ത് വാ. ഞാനെങ്ങനെ വരും? വരാന്ന്. വണ്ടിയൊന്നും ഇല്ലല്ലോ. വണ്ടിയൊന്നും ഇല്ലാതെ എങ്ങനെ വരുമെന്ന്? ട്രെയിനുണ്ടോ? ട്രെയിനൊക്കെ ഓടി തുടങ്ങിയോ? കേട്ടില്ല. അന്വേഷിക്കാം. ആ ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രെയിനൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ട്രെയിനൊന്നും ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ്. അന്വേഷിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുകേഷേട്ടൻ തിരക്കിയിട്ടൊന്ന് പറഞ്ഞാൽ വരാം. അങ്ങനെയാണെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ മുകേഷേട്ടന്റെ സമയത്തിനനുസരിച്ച് പറഞ്ഞാൽ മതി. ശരി, അപ്പൊ ഞാൻ രാത്രി സമയം കിട്ടുമ്പോഴത്തേക്ക് വിളിക്കാം. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞല്ലോ, ആ അളവുകോലാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, മുകേഷിന്റെ ഭാഗത്താണ്, ആരുടെ ഭാഗത്താണ്, അതിന്റെ ഒരു അളവുകോലുണ്ട്. ഒരാളിനെ പറ്റി കോൺഗ്രസ് MLA-മാരെ പറ്റി പറഞ്ഞിട്ട് നാളെ ആരെ പറ്റിയും പറയാം. അതിനൊരു അളവുകോലുണ്ട്. ഇത് അതങ്ങനല്ല. ഇത് കുറച്ചുകൂടി കഠിനമായ ഒരു അളവാണ്. ഇച്ചിരി അളവ് കൂടിപ്പോയി. അപ്പൊ കൂടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ? ഈ പരിക്കിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ അദ്ദേഹം ചെയ്യേണ്ടത് എന്താ? സ്വയം രാജിവെച്ചിട്ട് മാറിയിട്ട് നിരപരാധിത്വത്തിൽ. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടൻ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ വന്നേ. എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ഭയങ്കര അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണിയങ്ങാണ്ട് കഴിയുമ്പോ മുകേഷ് ചേട്ടൻ ഫ്രീ ആവൂന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുള്ളൂ. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് ഇച്ചിരി സെക്രട്ടറി എന്താണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല. 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്തെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല. ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടക്കാതെ ഇല്ല. ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികളും എല്ലാം ഞാൻ അവരെ കാല് പിടിക്കുന്ന നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസിഡറേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിക്കത്തില്ലേ ഇതിന്റെ വരുന്നത്? ഇല്ലില്ല, അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു. അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമില്ലേ? അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പാകുന്നു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇരിക്കല്ലേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു. പുറത്തെ ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാന്ന്, അപ്പൊ ഇത്ര മണിക്ക് എല്ലാം. ഇതിപ്പോ ഞാൻ വിചാരിക്കുന്നത് പാവം എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങി വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാൻ വേണ്ടി പറയും.
എന്റെ അതായത് ചേട്ടാ ഞാൻ അത് ആ പറയട്ടെ, സ്ഥലത്ത് കാണത്തില്ല കേട്ടോ. ഞാൻ ആറ്റിങ്ങ വരെ പോകും. ഞാൻ തിരിച്ചു വരും. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരും. ഒരു അരമണിക്കൂർ. ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാനാ നീ എന്തോ ഈ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ? ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക് അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. വാച്ച്മാൻ അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു.